നെല്ലിക്കുന്നിൽ സർഗവസന്തം തീർത്ത് കൗമാരകലകളുടെ കേളിക്കൊട്ടിന് അരങ്ങുണരയായി. സ്വരമാധുരിയിൽ ആറാടി നാദവിസ്മയങ്ങളാൽ ഉൾപ്പുളകം കൊള്ളിക്കുന്ന അനർഘ നിമിഷങ്ങൾ വരവായി. കലാകൈരളിയുടെ വർണ്ണവൈവിധ്യങ്ങൾ ചാലിച്ച് നിറക്കൂട്ടിന്റെ ചെപ്പ് ഇവിടെ തുറക്കുന്നു. മതേതരത്വം പൂത്തുവിളയുന്ന മുക്കത്തിന്റെ മണ്ണിൽ സാംസ്കാരിക പൈതൃകം കുടികൊള്ളുന്ന മണാശ്ശേരിയുടെ തിരുമുറ്റത്ത് കാൽപ്പനിക കൗമാരം തീർക്കുന്ന കലാവിസ്മയങ്ങളിലേക്ക്, ലാസ്യ താള ലയ ഭാവ സംഗമ ഭൂമികയിലേക്ക് പ്രിയ കലാപ്രേമികൾക്ക് ഹൃദ്യമായ സ്വാഗതം. 20ാമത് മുക്കം ഉപജില്ല സ്കൂൾ കലോത്സവം നിനാദം 2025 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നു. പ്രാർത്ഥന. മുക്കത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ പുരോഗതിക്ക് അടിത്തറ പാകിയ വയലിൽ മൊയ്തീൻ കോയ ഹാജി എന്ന മഹാമനുഷ്യന്റെ നാമധേയത്തിൽ മുക്കം മുസ്ലിം ഓർഫനേജിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് 20ാമത് മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവം കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ച മുക്കം മുസ്ലിം ഓർഫനേജിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ മരക്കാർ മാസ്റ്റർ ഇന്ന് നമ്മോടൊപ്പമില്ല. കലോത്സവത്തിന്റെ പ്രാഥമിക ചർച്ചകൾക്കൊക്കെ നേതൃത്വം വഹിച്ച പ്രിയ മരക്കാർ മാസ്റ്ററുടെ ആകസ്മിക വിയോഗം സൃഷ്ടിച്ച ശൂന്യത തളം കെട്ടി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നാം കലോത്സവം കൊണ്ടാടുന്നത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനാചരണം നടത്താൻ ഏവരോടും അഭ്യർത്ഥിക്കുന്നു. ഇരുപതാമത് മുക്കം സബ് ജില്ലാ സ്കൂൾ കലോത്സവം നിനാദം 2025 ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി കലോത്സവം കൺവീനർ കൂടിയായ MKHMMOHSS ഹെഡ് മാസ്റ്റർ ശ്രീ മൻസൂർ അലി സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു എവരിവൺ. ആദരണീയനായ MLA ലിൻഡോ ജോസഫ് അവർകളെ, ബഹുമാനപ്പെട്ട മുക്കം നഗരസഭാ ചെയർമാനും ഈ വേദിയുടെ അധ്യക്ഷനും കൂടിയായ PT ബാബു അവർകളെ, മാനേജർ V മൊയ് ഹാജി, മുക്കം AEO ദീപ്തി മാഡം, ഈ സ്ഥാപനം നിലകൊള്ളുന്ന വാർഡിലെ മെമ്പർ ശ്രീമതി ബിജുന മോഹനൻ, ശ്രീ ഗഫൂർ കല്ലരുട്ടി, MMO ഗ്രൂപ്പ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ട്രഷറർ V മൊയ് ഹാജി, HM ഫോറം കൺവീനർ K വാസു, പ്രിൻസിപ്പൽ ഫോറം കൺവീനർ ഷക്കീലത്ത്, താമരശ്ശേരി HM ഫോറം കൺവീനർ സജി ജോൺ തുടങ്ങി PTA പ്രസിഡന്റ്, ജനറൽ കൺവീനർ അനൂപ് സർ തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ,
അധ്യാപകരെ, രക്ഷിതാക്കളെ, വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് കലാപ്രതിഭകളായി MKH MMO ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്ന കലാപ്രതിഭകളെ, 20ാമത് മുക്കം സബ് ജില്ലാ കലോത്സവം മുക്കം മുസ്ലിം ഓർഫനേജിന് കീഴിലെ MKH MMO ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാകുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവും ഉള്ളതോടൊപ്പം തന്നെ അല്പം വേദനയുമുണ്ട്. കാരണം ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കലോത്സവം ഈ വേദിയിൽ തന്നെ മുക്കം മുസ്ലിം ഓർഫനേജിൻ്റെ മണാശ്ശേരി ക്യാമ്പസിൽ തന്നെ വേണമെന്ന് പറഞ്ഞത്, ഔദ്യോഗികമായി ഞങ്ങളോട് അറിയിച്ച് പറഞ്ഞത് ബഹുമാനപ്പെട്ട മരക്കാർ മാസ്റ്ററായിരുന്നു. അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രാർത്ഥനയോടെ നമിക്കാൻ വേണ്ടി ഈ ഒരു അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടി മുക്കം ഉപജില്ലയിലെ കലാപ്രതിഭകൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. 3-4 ദിവസത്തിന് ശേഷം വീണ്ടും വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇവിടെ അക്കോമഡേഷന് അല്പം റൂമുകളുടെ കുറവുണ്ട്. മാഷുടെ മറുപടി, നമ്മുടെ ഏറ്റെടുത്ത കാര്യമാണ്, എവിടെയാണോ കുറവുള്ളത് അത് കൃത്യമായിട്ട് അതിനുള്ള പരിഹാരം കാണണമെന്ന് പറയുകയും ഓർഫനേജിൻ്റെ കുട്ടികൾ താമസിക്കുന്ന സ്ഥലവും VMHS അക്കാദമിയുടെ സ്ഥലവും അതേപോലെ MMO കോളേജിൻ്റെ റൂമുകളും വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എണ്ണം കൊണ്ട് റൂമുകൾ കുറവാണെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാത്തൊരെണ്ണമാണെങ്കിൽ പോലും എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും കഴിയുന്ന വലിയൊരു മനസ്സ് അതായിരുന്നു മരക്കാർ മാഷ്, അതായിരുന്നു മുക്കം മുസ്ലിം ഓർഫനേജ് നാളിതുവരെ കാണിച്ചു തന്നതും. 70 വർഷം പിന്നിടുന്ന ഈ സ്ഥാപനം ഇതിലൂടെ പുറത്തിറങ്ങിയ ഇവിടുത്തെ കാരുണ്യവും ഇവിടുത്തെ വിദ്യാഭ്യാസവും ഇവിടുത്തെ സഹായങ്ങളും ഒക്കെ ലഭിച്ച് പുറത്തിറങ്ങിയ നിരവധി ആളുകളുടെ സഹായമായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് മുമ്പിൽ തുണയായിട്ടുണ്ടായിരുന്നത്. ഈ മേള ഈ രീതിയിൽ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട്, അതായത് 1 മാസം പോലും ലഭിച്ചിട്ടില്ല, 25 ദിവസങ്ങളെ ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഒരുക്കങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ഓർഫനേജ് ഇത്രയും കാലം ചേർത്ത് നിർത്തിയവർ ഞങ്ങളെ ചേർത്ത് നിർത്തിയപ്പോൾ അത് ഒരു പ്രയാസവും കൂടാതെ ഇന്ന് ഈ നല്ലൊരു തുടക്കത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ ഞങ്ങൾ മേളയ്ക്ക് വേണ്ടി സഹായിച്ച റെസിഡൻസ് അസോസിയേഷൻ, അതേപോലെ നാട്ടുകാരെ, എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ PTA പ്രസിഡന്റ് സലാം ചാലിൽ, വൈസ് പ്രസിഡന്റ് രാജഗോപാലേട്ടൻ, MPTA പ്രസിഡന്റ്, മുക്കം നഗരസഭയുടെ എല്ലാവരും ഞങ്ങളോട് പരിപൂർണമായി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും കൃതജ്ഞതയും ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതുപോലെ നമ്മുടെ മേള 4 ദിവസങ്ങളിലായിട്ടാണ് 10,000-ൽ പരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന 10,000-ൽ പരം അതിഥികൾ ഈ മുക്കം മുസ്ലിം ഓർഫനേജിൻ്റെ മണാശ്ശേരി ക്യാമ്പസിലേക്ക് എത്തുകയാണ്. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും കഴിയുന്നതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ടെന്നും ആമുഖമായി ഞാൻ ഉണർത്തുകയാണ്. ഈ 4 ദിവസങ്ങളായിട്ട് നടക്കുന്ന മേളയിൽ മാറ്റുരയ്ക്കുന്നത് വിദ്യാർത്ഥികളുടെ മത്സരങ്ങളാണ്, വിദ്യാർത്ഥികൾ തമ്മിലുള്ള മത്സരങ്ങളാണ്. ഇതിൻ്റെ മേളയുടെ അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളുടെ മനസ്സിൽ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ദിനങ്ങളായിരിക്കട്ടെ ഈ കലോത്സവ വേദികൾ എന്നും ആഗ്രഹിച്ച് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട PT ബാബു സാർ, മുക്കം നഗരസഭ ചെയർമാൻ. ഏതവസരത്തിലും മുക്കം മുസ്ലിം ഓർഫനേജിനോടും അതേപോലെ നമ്മുടെ സ്ഥാപനത്തോടും ചേർന്ന് നിന്ന് നമ്മൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിയ ഈ പ്രോഗ്രാമിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള PT ബാബു സാറിനെ ഈ മുക്കം 20ാമത് സബ് ജില്ലാ കലോത്സവ വേദിയുടെ ഹൃദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്.
നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മുക്കം തിരുവമ്പാടി നിയോജക മണ്ഡലം MLA, ജനകീയ MLA. ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മുടെ മണ്ഡലം സാക്ഷിയാവുകയുണ്ടായി. മറ്റ് റോഡ്, പാലം എന്നതിലപ്പുറം വിദ്യാഭ്യാസത്തിന് ഒരുപാട് നൂതനമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ഒരുപാട് പദ്ധതികൾ ഈ വർഷം പോലും നമുക്ക് ഓരോ വിദ്യാലയങ്ങൾക്കും ലാപ്ടോപ്പ് വിതരണം ഉണ്ടായിരുന്നു. അതായത് വിദ്യാഭ്യാസത്തിന് പ്രത്യേക കാഴ്ചപ്പാടോടുകൂടി നമ്മെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട ലിൻഡോ ജോസഫിനെ ഈ മുക്കം സബ് ജില്ലാ കലോത്സവ വേദിയിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാം ഇവിടെ ഏറ്റെടുത്ത് നടത്തുന്നത് മരക്കാർ മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് കട്ടക്ക് സപ്പോർട്ട് തന്ന, ഞങ്ങളോട് എല്ലാ സമയത്തും സപ്പോർട്ട് തന്ന വലിയൊരു മാനേജ്മെൻറ്റ് വൃന്ദം ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെയും ഒറ്റപ്പെട്ടു പോയിട്ടില്ല. ഈ മാനേജ്മെൻറ്റ് പ്രതിനിധിയായിട്ട് ഇന്ന് മാനേജർക്ക്, നമ്മുടെ ബഹുമാനപ്പെട്ട വി മോയി ഹാജിക്ക് ഇവിടേക്ക് എത്താൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് പ്രതിനിധിയായി നമ്മുടെ MMO ഗ്രൂപ്പ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ട്രഷറർ വി മോയി ഹാജിയാണ് അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹത്തെയും ഹൃദ്യമായിട്ട് ഞാൻ ഈ കലോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ദീപ്തി മാഡം, മുക്കം AEO ദീപ്തി മാഡം ഈ കലോത്സവം തുടങ്ങിയത് മുതൽ ഈ ഒരു സമയം വരെ ഞങ്ങളുടെ കൂടെ ഓരോ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും കമ്മിറ്റികളിലായിട്ടും അതിനുള്ള പ്രായോഗികമായിട്ടുള്ള എല്ലാ സഹായ സഹകരണവും നൽകി ഞങ്ങളോടൊപ്പം തന്നെ, ഈ സ്ഥാപനത്തോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ദീപ്തി മാഡത്തിനും ഈ കലോത്സവ വേദിയിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. മുക്കം നഗരസഭ കൗൺസിലർ ശ്രീമതി ബിജിന മോഹനൻ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. ഇന്നലെ രാത്രി പുലരുവോളം ഫുഡ് കമ്മിറ്റിയിൽ വർക്ക് ചെയ്തതാണ് ഇപ്പോൾ നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുന്നത്. അത്രയ്ക്ക് ഈ സ്ഥാപനത്തോട് അതായത് നമ്മുടെ പരിപാടികൾ എന്ത് വിളിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും പോസിറ്റീവായിട്ടെടുത്ത് എത്ര തിരക്കുകളുണ്ടെങ്കിലും ഇവിടെ എത്തിച്ചേരുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ബിജിന മോഹനത്തിനും ഈ നിനാദം 2025 ഈ കലോത്സവ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലുള്ള HM ഫോറം കൺവീനർ ശ്രീ K വാസു, പ്രിൻസിപ്പൽ ഫോറം കൺവീനർ ഷക്കീബ് കീലത്ത്, HM ഫോറം കൺവീനർ ശ്രീ സജി ജോൺ എന്നിവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കലോത്സവം ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ കൂടിയ ബഹുമാനപ്പെട്ട ഡോക്ടർ OV അനൂപ് സാറെ ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാന്നിധ്യം കൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രീ ജാബിർ KP, സലാം ചാലൽ PTA പ്രസിഡന്റ്, MPTA പ്രസിഡന്റ് ജുമൈലത്ത്, മുജീബ് റഹ്മാൻ PC, ശ്രീ മുഹമ്മദ് അലി EK, അബ്ദുൾ റഷീദ് അൽ ഖാസിമി, K സുധിന, ബന്ന ചനമംഗലൂർ, ഇസ്ഹാഖ് കാരശ്ശേരി, വിദ്യാർത്ഥി പ്രതിനിധി ലഹ്ന സലീം, എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രോഗ്രാം നന്ദി പ്രകാശിപ്പിക്കുന്ന കൺവീനർ റിസപ്ഷൻ കമ്മിറ്റി ശ്രീ ഷമീർ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ എല്ലാറ്റിനുമുപരി ഈ വേദിയെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സ്ഥാപനങ്ങളിലെ സ്ഥാപന മേധാവികൾ, പത്രപ്രവർത്തകർ, വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാർ, കലാമേളകളിൽ മാറ്റുരയ്ക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവരെയും മുക്കം മുസ്ലിം ഓർഫനേജ് ക്യാമ്പസിലെ മൊയ്തീൻ കോയ ഹാജിയുടെ നാമധേയത്താൽ അനുഗ്രഹീതമായ ഈ വേദികളിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് PT ബാബു സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
മുക്കം നഗരസഭയുടെ വികസന കുതിപ്പിന് നേതൃത്വം നൽകുന്ന ആദരണീയനായ നഗരസഭാ അധ്യക്ഷൻ പി ടി ബാബുവിനെ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കരനായ MLA ശ്രീ ലിൻഡോ ജോസഫ് അവറുകൾ, വേദിയിലെ മുഖ്യാതിഥി വി മൊയ്ൻ ഹാജി, AO ദീപ്തി ടീച്ചർ, DD അസീസ് ടി അവർകൾ, ശ്രീ ബിജുന മോഹനൻ കൗൺസിലർ, മറ്റു വിശിഷ്ട അതിഥികളെ, അധ്യാപക സംഘടനയുടെ പ്രതിനിധികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റു സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, മുക്കം ഉപജില്ലയുടെ 20ാമത് കലോത്സവം നിനാദ് 2025 ഒക്ടോബർ 24 മുതൽ 27 വരെ ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. ഏകദേശം 12ഓളം വേദികളിലാണ് നമ്മുടെ കുട്ടികളുടെ കൗമാര മേള ഇവിടെ തുടക്കം കുറിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് നമ്മുടെ കലയും കായികവും എല്ലാം എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളിൽ കലയും കായികവും മേഖലയിലെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു മേഖലയും കൂടിയാണ്. നമ്മുടെ കുട്ടികളിലെല്ലാം തന്നെ ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള